പ്രിയപ്പെട്ട സോഹൻജി, അഭിനയ് മാം, ഏരിസിൻ്റെ ഫുൾ ടീം, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരെ, ഞാൻ അട്ടപ്പാടിയിലെ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. എനിക്ക് ഇവിടെ ഇത്രയും വലിയൊരു സദസ്സിൽ എത്താൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപാണ് സോഹൻ സാറ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വരുന്നതും സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു തിയേറ്റർ തന്നു. തിയേറ്റർ തന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്കറിയാം തിയേറ്റർ എന്നുള്ളത് സിനിമ കാണാനുള്ളതാണ്. അപ്പോൾ ഒരു സ്കൂളിൽ എന്താണ് ഇത്രയധികം ഈ സിനിമാ തിയേറ്ററിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത് സ്വാഭാവികമായിട്ടും അധ്യാപകരായിട്ടുള്ള നമ്മൾ ആലോചിക്കും. അപ്പോൾ ഇതിൽ പിന്നെ എപ്പോഴും കുട്ടികൾക്ക് സിനിമ കാണിക്കാൻ പറ്റില്ല. സ്കൂൾ ടൈം മുഴുവനും കുട്ടികൾ പാഠഭാഗവുമായിട്ട് എൻഗേജ്ഡാണ്. അപ്പോൾ പിന്നെ ഈ തിയേറ്ററിന് എന്താണ് ഉപയോഗം? അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങി. സാധാരണഗതിയിൽ അധ്യാപകർ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് ഇത്തരം സംഗതികൾ ഉപയോഗിക്കാറുള്ളത്. അപ്പം വീണ്ടും നമ്മുടെ ആലോചനയായി, ഇത് പോരല്ലോ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ ഉമാജി പറഞ്ഞതുപോലെ അട്ടപ്പാടിയിലെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ലെസ് എക്സ്പോഷറുള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആളുകളെ പരിചയപ്പെടുമ്പോഴും ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിനുള്ള ഒരു മീഡിയം സാർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ എന്നതായി നമ്മുടെ ചിന്ത. അങ്ങനെയാണ് കുട്ടികളോട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഗാഡ്ജറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിലായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നമുക്കിതിൽ സൂം കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ ട്രൈ ചെയ്തു. ആ കറക്റ്റ് ദിവസം എനിക്ക് തോന്നുന്നു ഏരിസിലെ ആരോ ഞാൻ കോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ നവംബർ 14 ശിശുദിനത്തിന് കുട്ടികൾക്കൊരു സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആശയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാ സോഹൻ സാർ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്, ഈ കാര്യം ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ലോകം അഗളി സ്കൂളിലേക്ക് എന്നുള്ള പേരിട്ടത്. കാരണം തീർച്ചയായിട്ടും ലോകത്തെ അഗളി പോലെയുള്ള ഒരു സ്കൂളിലേക്ക് ഞങ്ങൾക്ക് ഒരു കാരണവശാലും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഒരാളെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ ഏറ്റവും മിനിമം അയാൾക്കുള്ള ട്രാവൽ എക്സ്പെൻസെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പേരിട്ടതോടുകൂടി തന്നെ ഇതിനൊരു വലിയ ഒരു ഇതായി. അപ്പോൾ ധാരാളം ആളുകളെ, ആദ്യം തന്നെ വന്നത് ശ്രീശാന്തായിരുന്നു, അദ്ദേഹം വന്ന് സംസാരിച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഓടി വരികയാണ് തിയേറ്ററിലേക്ക്. ആകെ 56 സീറ്റേ ഉള്ളൂ. ആ 56 സീറ്റ് നേരത്തെ പറഞ്ഞിട്ട് അവർ ബുക്ക് ചെയ്ത് വെക്കും. അപ്പോൾ തലേ ദിവസം ഞാൻ ആരാണ് വരുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം കുട്ടികൾക്ക് കൊടുക്കും. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് ഞാൻ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ അടുത്ത് ചോദിക്കാം എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അത്രയധികം അതിൻ്റെ പിന്നിൽ അവർ റിസർച്ച് ചെയ്തിട്ടാണ് കുട്ടികൾ വരാൻ തുടങ്ങിയത്. കൂടുതലും അത് ഉപയോഗപ്പെടുത്തിയത് പ്രൈമറിയിലെ കുട്ടികളാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം അവർക്കാണ് ഇതിനെക്കുറിച്ച് അവരെ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുട്ടികൾ അവരാണ്. ഒരു ദിവസം നമ്മുടെ ഒരു ഫിലിം മേക്കർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടി ചോദിക്കാൻ, സാറിൻ്റെ ഇന്ന സിനിമയിലെ ഇന്ന പാട്ട് ഞാൻ പാടട്ടെ എന്ന്. സാറ് തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ കുട്ടി അതിമനോഹരമായിട്ട് ആ പാട്ട് പാടുകയൊക്കെ ചെയ്തു. അതുപോലെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ തിയേറ്ററിൻ്റെ അകത്ത് വെറും 56 പേരുള്ള ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് മൈക്ക് പിടിച്ച് സംസാരിക്കുക എന്നുള്ളത് ആദ്യമൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടായിരുന്നു കുട്ടികൾ പിടിച്ചിരുന്നത്. ഇപ്പം അവർ അത്രയും ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള കുട്ടികളായിട്ട് അവർക്ക് മാറാൻ സാധിച്ചു. ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമ്മാനം നമുക്ക് സാറ് തന്നിട്ട് പോയി എന്നുള്ളത് കൊണ്ട് ലോകം അഗളി സ്കൂളിലേക്ക് വന്നു. അഗളി സ്കൂൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നത്. അതിന്
ഈ ഒരു തിയേറ്ററിന് ഇത്രയധികം പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അന്നാണ് മനസ്സിലായത്. അതുപോലെ ഞാൻ സാറ് നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ മനസ്സിൽ ഇവിടെ വന്നാൽ എന്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രി. അധ്യാപകർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അന്യമായിട്ടുള്ള ഒരു വാക്കാണ് ഇൻഡസ്ട്രി എന്നുള്ളൊരു വാക്ക്. ഞാൻ വിശ്വസിച്ചു കൊണ്ടിരുന്നത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര മെക്കാനിക് ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇൻഡസ്ട്രി. അപ്പോൾ ഒരിക്കലും അധ്യാപനവും ടീച്ചിങ് ആൻഡ് ഇൻഡസ്ട്രി ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയാണ്. എനിക്കിത് തൊടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ സോഹൻ സാറുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എൻ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ജീവിതത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇൻഡസ്ട്രി. ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്ക് ആയിരിക്കും ഈ മെക്കാനിസം എന്നുള്ള ഒരു സംഗതിയിൽ കുടുങ്ങിക്കിടന്നതുകൊണ്ടായിരിക്കണം ഈ ഇൻഡസ്ട്രിയും ടീച്ചിങ്ങും വ്യത്യസ്തമാണെന്ന് നമ്മൾ അധ്യാപകർ മനസ്സിലാക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അത് പൂർണ്ണമായും മാറ്റി തന്നിട്ടുള്ള ആളാണ് സോഹൻ സാറ്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. ഇനി സോഹൻ സാറിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളതാണെങ്കിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അദ്ദേഹം ഇങ്ങനെ തിയേറ്ററൊക്കെ തന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ബിസിനസ് മാൻ എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, സാധാരണ ഒരു ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നു, ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, ഇങ്ങനെയാണ് സാധാരണ ഒരു ബിസിനസ് ആയിട്ടുള്ള ആള്. ഞാൻ ഇത്ര ആൾക്ക് ജോലി കൊടുത്തു, അവരെയൊക്കെ ഞാൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ബോസ്റ്റിംഗ് ആയിട്ട് വരാറുള്ളത്. പക്ഷെ സാറിനെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അത്രയും ഹ്യൂമൻ ആയിരിക്കണം, അത്രയും അധികം ഹ്യൂമാനിറ്റി ഉള്ള ഒരാളായിരിക്കണം. ആ ആൾ മാത്രമല്ല, അയാളുടെ കുടുംബവും അയാളുടെ മക്കളും ഒക്കെ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ബിസിനസ്സിനെ കാണുന്ന, ഇൻഡസ്ട്രിയെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് സോഹൻ സാറിനോടും സോഹൻ സാറിൻ്റെ പ്രയത്നങ്ങളോടും ഏറ്റവും അധികം ബഹുമാനം തോന്നാനും അങ്ങനെ ഒരു അപ്രോച്ച് അദ്ദേഹത്തിൻ്റെ ഏറെക്കാലം, എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾ നേരിട്ട് അറിയിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടിയെങ്കിലും ഞാൻ അങ്ങോട്ട്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് നേരത്തെ ഈ പറഞ്ഞ ഒരു ഇതിൽ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും കൂടുതൽ ഇങ്ങനെയുള്ള മനുഷ്യർ ഈ നാട്ടിൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ആവശ്യകതയും കൂടി വരികയാണ്. എന്തായാലും ഈ പുനലൂരിൽ ഇപ്പോൾ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഈ സ്വപ്നത്തിന് എത്രയും വേഗം വിശാലമായിട്ട് എല്ലായിടത്തേക്കും എത്താൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.